പണിമുടക്ക് വിജയിപ്പിക്കാൻ പത്തനംതിട്ടയിൽ പ്രതിഷേധക്കാരുടെ പരാക്രമം. വള്ളിക്കോട് പഞ്ചായത്ത് ഓഫീസിന്റെ താക്കോലുമായി പ്രസിഡന്റ് മുങ്ങി. മെഴുവേലിയിൽ വനിതാ ജീവനക്കാരിയെ ഉള്ളിലാക്കി സമരാനുകൂലികൾ. ITIയുടെ ഗേറ്റ് പൂട്ടി. കോയിപ്രം പഞ്ചായത്തിൽ ജോലിക്കെത്തിയ ജീവനക്കാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ദേശീയ സമരത്തിന്റെ പണിമുടക്കിന്റെ ഭാഗമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്? ദൃശ്യങ്ങളിൽ കണ്ടത് കോയിപ്രം ഗ്രാമപഞ്ചായത്തിൽ ജോലിക്ക് ഹാജരായ 11 ജീവനക്കാർക്കെതിരെ ഉയർന്നു വന്ന പ്രതിഷേധമാണ്. പണിമുടക്ക് ദിവസം ജോലിക്കെത്തിയവർക്ക് ജോലിയോട് ആത്മാർത്ഥത കൂടുകയാണ് എന്നുള്ള ആക്ഷേപമാണ് പ്രവർത്തകർ ചിലർ ഉന്നയിച്ചത്. അതിനാൽ തന്നെ സമരത്തിന്റെ സമയപരിധി അവസാനിക്കുന്ന രാത്രി 12 മണി കഴിഞ്ഞ് ഇവർ പോയാൽ മതി എന്നുള്ളൊരു നിലപാട് സമരത്തിന് ഭാഗമായി എത്തിയ ചില ആളുകൾ പങ്കുവെക്കുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുകയും കോയിപ്പുറം CAയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പ്രവർത്തകരുമായി ചർച്ച നടത്തിയ ശേഷം 12 മണിയോടുകൂടി ജോലിക്കെത്തിയ 11 ജീവനക്കാർക്കും പോകാൻ അനുമതി നൽകുകയും പ്രവർത്തകരെ പിരിച്ചുവിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ടയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി വള്ളിക്കോടാണ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പണിമുടക്ക് പൂർണ്ണമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഞ്ചായത്ത് ഓഫീസിന്റെ താക്കോലുമായി പഞ്ചായത്ത് പ്രസിഡന്റ് R മോഹനൻ നായർ കടന്നു പോവുകയാണ് ഉണ്ടായത്. രാവിലെ 10 മണിയോടുകൂടി സീനിയർ സൂപ്രണ്ട് വിദ്യ അടക്കം 2 ജീവനക്കാരാണ് ജോലിക്കെത്തിയത്. ഓഫീസിന്റെ പൂട്ട് തുറക്കാത്തതിലേക്ക് കണ്ടെത്തിയതോടുകൂടി സാധാരണ നിലയിൽ അയൽപക്കത്തെ ഗോപാലകൃഷ്ണൻ എന്നുള്ള ആളുടെ വീട്ടിലാണ് താക്കോൽ ഏൽപ്പിക്കുന്നത്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതിരാവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എത്തി താക്കോലുമായി പോയി എന്നുള്ള വിവരം അറിഞ്ഞത്. പിന്നീട് സീനിയർ സൂപ്രണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ വിളിച്ചപ്പോൾ ഇന്ന് പണിമുടക്കല്ലേ എന്നുള്ള പ്രതികരണമാണ് ലഭ്യമായത്. ഞാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി നേരിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ എടുത്തത് എന്നുള്ളതാണ്. പ്രദേശത്ത് സമരാനുകൂലികൾ രാവിലെ തമ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും ജോലിക്കെത്തിയാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടായത് മെഴുവേലി ITIയിലാണ്.